السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن أنس رضي الله عنه أنه قال: أتى علي رسول الله صلى الله عليه وسلم وأنا ألعب مع الغلمان. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ അൽഅബു മഅൽ ഗിൽമാൻ, കുട്ടികളോടൊത്ത് കളിക്കുകയാണ്. കുട്ടികളോടൊത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ആ സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുക്കൽ വന്നു. ഫസല്ലമ അലൈന, അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് സലാം പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയത്തിന് ഒരു വലിയ അടയാളമാണ് അങ്ങോട്ട് സലാം പറയും ആരോടും. അത് ചെറിയവർ വലിയവർ എന്നൊന്നുമില്ല. നമ്മളിൽ പലരും വലിയവർക്കൊക്കെ സലാം പറയും, ചെറിയ കുട്ടികളെ പരിഗണിക്കാറില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടികളോടുള്ള വാത്സല്യവും കരുണയും അങ്ങേയറ്റം, എല്ലാ വിഷയത്തിലും എന്നതുപോലെ ആ വിഷയത്തിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉയർന്ന പടിയിലാണ്. അപ്പൊ കുട്ടികളോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയും. അങ്ങനെ ഒരുപാട് ഹദീസുകളിൽ കാണാം, അൻസ്വാറുകളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കും, കുട്ടികളെ പേര് വിളിച്ചവർക്ക് സലാം പറയും, അവരെ തലയിൽ ഇങ്ങനെ കൈവക്കും, അവരെ നെഞ്ചിലോട്ട് ചേർത്ത് നിർത്തും, അവരെ ശ്ലാഘിക്കും, നല്ല കാര്യങ്ങളൊക്കെ കണ്ടാൽ പുകഴ്ത്തി പറയും, അവരോടൊപ്പം കളിക്കും, ചിരിപ്പിക്കും. അങ്ങനെ എല്ലാത്തിനും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവും. അപ്പൊ തങ്ങൾ എന്നോട് ഞങ്ങൾക്ക് മേൽ സലാം ചൊല്ലി. എന്നിട്ട് ഫബഅസനി ഇലാ ഹജ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാവശ്യം കൊള്ള എന്നെ പറഞ്ഞയച്ചു. ഒരാവശ്യത്തിന് വേണ്ടി തങ്ങൾ എന്നെ നിയോഗിച്ചു, പറഞ്ഞയച്ചു. ഫഅബ്തഉതു അലാ ഉമ്മി, അപ്പൊ ഞാൻ ഉമ്മാന്റെ അടുക്കൽ തിരിച്ചെത്താൻ വൈകിപ്പോയി. ഉമ്മാന്റെ അടുക്കൽ തിരിച്ചെത്താൻ എന്ത് ചെയ്തു? കുറച്ച് പിന്തി, വൈകിട്ടാണ് എത്തിയത്. ഉമ്മാന്റെ അടുക്കലുള്ള പ്രവേശം പിന്തിപ്പോയി. ഫലമ്മാ ജിഅ്തു, അങ്ങനെ ഞാൻ ചെന്നപ്പോ ഖാലത്ത്, ഉമ്മ എന്നോട് ചോദിച്ചു, മാ ഹബസക, എന്തേ വൈകിപ്പോയത്? മാ ഹബസക, എന്താണ് നിന്നെ തടഞ്ഞു വെച്ചത്? ഇന്നിപ്പോ ചോദ്യമൊന്നുമില്ല, മക്കൾ എപ്പോ വന്നാലും കയറിക്കൊള്ളാനുള്ള, കാരണം ചോദിക്കാനും പാടില്ല. അപ്പൊ അന്വേഷിക്കണം, എന്തേ വൈകിയത്? ഖുൽതു, ഞാൻ പറഞ്ഞു, ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ഹാജ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാവശ്യത്തിന് എന്നെ പറഞ്ഞയച്ചു, അത് അങ്ങനെ വൈകിപ്പോയതാ. കാലത്ത് അപ്പൊ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, മഹദി വർകൾ, അനസുന്നവരുടെ മാതാവ്, അവര് ചോദിച്ചു, മാ ഹാജത്തുഹു, എന്താ റസൂലുള്ളാഹിന്റെ ആവശ്യം? എന്താ ആവശ്യത്തിന് പറഞ്ഞയച്ചു, എന്താ ആവശ്യം ചോദിക്കുമല്ലോ. കാലത്ത് ഖുൽതു, ഞാൻ പറഞ്ഞു, ഇന്നഹ സിറുൻ, അത് രഹസ്യാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞൊരു സംഗതി ഇപ്പൊ നിങ്ങളോട് പറയാൻ പാടുള്ളൂ. തങ്ങൾ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞതല്ലേ. അപ്പൊ ഉമ്മ പറഞ്ഞു, നല്ല ഉമ്മല്ലേ, ലാ തുഹദ്ദിസന്ന ബിസിദ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹദ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യം നീ ഒരാളോടും സംസാരിച്ചു പോകരുത്. രഹസ്യമായി തന്നെ കിടക്കട്ടെ, പറയണ്ട. ഖാല അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഹദീസ് പറയുമ്പോ മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലൗ ഹദ്ദസ്തു ബിഹി അഹദൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രഹസ്യം ഞാൻ ആരോടെങ്കിലും പറയുമായിരുന്നുവെങ്കിൽ ഹദ്ദസ്തുക യാ സാബിത്ത്, അത് നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു. നിങ്ങളും ഞാൻ തമ്മിൽ അത്രയും ബന്ധമുണ്ട്, നിങ്ങളോട് എനിക്ക് വലിയ താല്പര്യമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യമായി പറഞ്ഞൊരു കാര്യം, അത് രഹസ്യമായി തന്നെ കിടക്കട്ടെ. രഹസ്യം സൂക്ഷിക്കപ്പെടാനുള്ളതാണ്, അത് കൊട്ടിപ്പാടാനുള്ളതല്ല. രഹസ്യത്തിന് സ്വകാര്യ സ്വഭാവം തന്നെ ഉണ്ടാവണം, പുറത്ത് പറയാൻ പാടില്ല. അതല്ലേ രഹസ്യം എന്ന് പറയുന്നത്. തങ്ങൾ എന്നെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാനത് ആരോടും പറയൂല. അപ്പൊ ഈ ഹദീസൊക്കെ വിശദീകരിക്കും ഇമാമുകൾ പറഞ്ഞു, അതിൽ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യം സൂക്ഷിക്കുന്നതിലുള്ള ആ ഒരു ശ്രദ്ധയും അതുപോലെ തന്നെ അതിശ്രദ്ധയും ഒക്കെ അതിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സൂക്ഷിക്കേണ്ട രഹസ്യങ്ങളൊക്കെ സൂക്ഷിച്ച് മുഅ്മിനീങ്ങളുടെ സിഫാത്തുകളുള്ള യഥാർത്ഥ വിശ്വാസികൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.